ഹലോ മക്കളെ, അൻഫസാറാണ്. വളരെയധികം സന്തോഷം. എല്ലാ എക്സാമും ഉഷാറാക്കി എഴുതി കഴിഞ്ഞിരിക്കുകയായിരിക്കും നിങ്ങളെല്ലാവരും. ഇനി കാത്തിരിപ്പാണ് മാത്തമാറ്റിക്സിനുള്ള അല്ലേ. അപ്പം വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ എക്സാമിനെ നിങ്ങൾ നേരിടുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള മോട്ടിവേഷൻ വചനം. ഓക്കെ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടുക. നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ വൈബാണ്. അപ്പം ആ ഒരു സെറ്റപ്പോട് കൂടി വൈബോട് കൂടി നിങ്ങൾ എക്സാമിനെ പരിഗണിക്കുക. വളരെ മികച്ച രീതിയിൽ എക്സാം എഴുതി 80-ൽ 80 അല്ലെങ്കിൽ A+ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മെയിൻ സ്ഥാനത്തിലേക്ക് നിങ്ങളതിൽ എത്തിച്ചേരുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, മാത്തമാറ്റിക്സ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണല്ലോ. എനിക്ക് അനുഭവപ്പെട്ട എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ചോദ്യങ്ങളാണ്. 29 ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതൊന്നും വേണ്ട. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ അതിലുണ്ടായിരിക്കാം. അപ്പോൾ അറിയാത്തതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക ബോധപൂർവ്വം. എന്നിട്ട് അറിയുന്നത് റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അത് ആദ്യം എഴുതാൻ ആരംഭിക്കുക. അപ്പം 29 ചോദ്യങ്ങളിൽ 21 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 80-ൽ 80 ആ 21 ശരിയായത്. ഇനി ആ 21 തന്നെ എല്ലാം ശരിയാവണമെന്നില്ല. നമ്മുടെ A+ന് നമുക്ക് 70 മാർക്ക് കിട്ടിയാൽ മതി A+. അപ്പോൾ 2-3 ചോദ്യങ്ങൾ തെറ്റിപ്പോയാലും നമുക്ക് എന്തില്ല, വലിയ പ്രയാസങ്ങളില്ല എന്ന് മനസ്സിലാക്കുക. ആദ്യം അതിൽ തന്നെ 4 ചിത്രങ്ങൾ വരയ്ക്കാനാണ്. അപ്പോൾ ഒരു 14-15 ചോദ്യങ്ങളെ നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാനുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇപ്പം കുറച്ച് സന്തോഷം തോന്നുന്നില്ലേ? 15 ചോദ്യങ്ങളോ 14 ചോദ്യങ്ങളോ നിങ്ങൾ ഫുള്ള് ശരിയാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ അറിയാമെന്ന് വിചാരിക്കാം. മുഴുവൻ അറിയുന്ന ആളുകളാണെങ്കിൽ എല്ലാം എഴുതി കഴിഞ്ഞാൽ അവസാനം എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് അവസാന പേജിൽ എഴുതിയിടുക. അല്ലാതെ ഇടയിൽ കൊണ്ടുപോയിട്ട് എഴുതി വെക്കുന്ന ഒരു രീതി ഉണ്ടാവരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പറയാനുള്ള കാര്യം, ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വായിക്കാം. പെൻസിൽ ഉപയോഗിച്ചിട്ട് വായിക്കാം. അപ്പോൾ ട്രയാങ്കിളൊക്കെ ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്ററോട് അനുമതി ചോദിച്ചിട്ട് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിക്കോട്ടെ സർ എന്ന് ചോദിച്ചിട്ട് പെൻസിൽ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തിയൊക്കെ വെക്കുക. കൂൾ ഓഫ് ടൈമിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനിയല്ല ചോദ്യ പേപ്പറിൽ അടയാളപ്പെടുത്താൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ, സർ ഒരു പേപ്പർ തരൂ, എന്നാൽ ആ പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞു, ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടിയിലൊന്നും എന്ത് ചെയ്യുക, വരച്ചിടും. ഓരോ ചോദ്യവും കഴിയുമ്പോൾ അടിയിൽ ആ പേജ് മുഴുവനായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചിടുക. ഇതെന്തിനാണ് വരച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് മോശമാണെങ്കിലും ഒരു മതിൽ ഒക്കെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വൃത്തിയായി നിൽക്കുന്ന പോലെ വൃത്തിയായിട്ട് നിൽക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം, അവസാന ആൻസർ എപ്പോഴും നിങ്ങളൊരു ബോക്സിലാക്കിയിടുക. ഇതിപ്പോൾ നിങ്ങളുടെ ആൻസർ ആണെങ്കിൽ ഇത് ബോക്സിലാക്കിയിടുക. ഓക്കെ ആണല്ലോ, ബോക്സിലാക്കി വെക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവസാന ആൻസർ ബോക്സിലാക്കി പേപ്പർ നോക്കുന്ന സാറ് കാണുന്ന രീതിയിലാണെങ്കിൽ പിന്നെ മുകളിലോട്ട് നോക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, യെസ് ഈ കുട്ടി അത് ശരിയാണ്, യെസ് ടിക്കിട്ടു, കാര്യങ്ങൾ എഴുതി. മനസ്സിലായോ? അപ്പോൾ അത്രയും ഈസിയാണ് എന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നീട് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ഫ്രാക്ഷൻ ഭിന്നസംഖ്യകളായിട്ട് ആൻസർ വരുന്ന സമയത്ത് അവസാനം വരുമ്പോൾ, ഇപ്പം പ്രോബബിലിറ്റി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളോട് ഗണിതമൊക്കെ എഴുതുമ്പോൾ അവസാനം ഇപ്പം 24/8 ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുമല്ലോ അല്ലേ, 50/5 അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ദശാംശ രൂപത്തിൽ വന്ന് കിടക്കുമ്പോൾ ആ കേസൊക്കെ നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ചെറുതാക്കിയാൽ മതി. റൂട്ട് നമ്പറുകൾ വരുമ്പോൾ 10√3/2. ഓക്കെ, √3ൻ്റെ വാല്യൂ, പൈൻ്റെ വാല്യൂ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാതെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ചോദ്യം ചിലപ്പോൾ സോളിഡ്സിലൊക്കെ പൈസയുടെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ചിലപ്പം അപ്ലൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റൂട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ കേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്ത കേസിലൊന്നും നിങ്ങൾ അതിനെ എന്ത് ചെയ്യേണ്ട, എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഇല്ല എന്നാണ് സാറ് പറഞ്ഞു തന്നത്. പിന്നീട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനോ ജിയോമെട്രി ആൻഡ് ആൾജിബ്രയോ ക്വസ്റ്റ്യൻ വന്നു, അല്ലെങ്കിൽ ട്രിഗണോമെട്രിയോ ഒക്കെ വന്നു. നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും A ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ
ഒറ്റ വരിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് മെൻ്റൽ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനക്കണക്ക് രൂപത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ എഴുതി കൊടുക്കുക. A 5, B 5√3, C 5√3+5 എന്ന് എഴുതി കൊടുക്കാം. നോ പ്രോബ്ലം. അതിന് നിങ്ങളുടെ മാർക്ക് പോകുന്നില്ല. വേണ്ടാതെ വലിച്ചു വാരി നീട്ടി എഴുതേണ്ട ആവശ്യമില്ല എന്ന സാറ് പറഞ്ഞത്. പേപ്പർ നോക്കുന്ന സാറൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങൾക്കത് ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന്. നിങ്ങളുടെ ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. പിന്നീട് ചില കുട്ടികൾ തോന്നും സാറേ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടില്ലെങ്കിൽ കോപ്പി അടിക്കാണെന്ന് തോന്നിയാലോ. കോപ്പി അടിക്കാമെന്ന് തോന്നൂല. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി അധ്യാപകരെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് അയക്കുന്നുണ്ട്. അവരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് പറയാനുള്ള കാര്യം ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴാണ്. ചിത്രങ്ങൾ, കൺസ്ട്രക്ഷൻസ്, ഞാൻ പറഞ്ഞു 4ഓളം ചിത്രങ്ങൾ നമുക്ക് പബ്ലിക് എക്സാമിനുണ്ടാവും. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു പുതിയ പേജ് എന്ന് തുടങ്ങാൻ ആരംഭിക്കുക. ഒരു പുതിയ ഫ്രഷ് പേജ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആണെങ്കിൽ ഈ പേജിൻ്റെ ഒരു പുതിയ പേജ് എടുക്കുമ്പോൾ വേണം ചിത്രം വരച്ച് തുടങ്ങാൻ. അപ്പോൾ സർക്കിൾ വരയ്ക്കുക അല്ലേ. സെൻറ്റർ എപ്പോഴും ഒരു പേജിൻ്റെ ഒരറ്റത്തുനിന്ന് അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഈ അടിയിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് ഒന്നും വരയ്ക്കരുത്. എപ്പോഴും സെൻറ്ററിൽ എന്ത് ചെയ്യുക, ചിത്രം വരച്ച് തുടങ്ങുക. സെൻറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കും. അടിയിൽ നിന്നോ മുകളിൽ നിന്നൊക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയാൻ ഉള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് വൃത്തിയിൽ വരച്ച് വെക്കുക. ഷെയ്ഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനം ഷെയ്ഡ് ചെയ്ത് വെക്കാം. പരീക്ഷ കഴിഞ്ഞു 2 മണിക്കൂറൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്യും, ഉറപ്പാണ്. അത്രയും പഠിച്ച് സെറ്റാണ്. അപ്പോൾ അവസാനത്തേക്ക് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളതൊക്കെ ബാക്കിയുള്ള സമയത്ത് ചെയ്തു വെക്കാം. പിന്നീട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണ്, ആത്മവിശ്വാസമാണ് പറയാനുള്ളത്. ആത്മവിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് സാർക്ക് ഉറപ്പാണ്. മാത്സിലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രയാസം കുഴക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ റൗണ്ട് ചെയ്തിടുക, ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്ത് പോവുക. മനസ്സിലായല്ലോ. നന്നായിട്ട് കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. വളരെ ഈസി ആയിട്ട് ഈ വർഷത്തെ എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. A+ നേടാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആവട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ കിട്ടിയ ഒരു വർഷമായിരുന്നു ഈ ഒരു വർഷം, 2024-25 വർഷം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും, എൻ്റെ എല്ലാ എന്താ പറയുക സെൻറ്ററുകൾക്കും സ്കൂളുകൾക്കും എൻ്റെ റാൻസിനും എല്ലാവിധ വിദ്യാർത്ഥികളും ഈ കേരള സ്റ്റേറ്റിൻ്റെ എക്സാം എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ A+ വിജയാശംസ നേരുകയാണ്. നിങ്ങൾ ആശ്വാസത്തോടെ സമാധാനത്തോടെ ഒരു പേടിയും കൂടാതെ എക്സാമിനെ നേരിടുക. അതാണ് പറയാനുള്ളത്. പേടിയോടുകൂടി നിങ്ങൾ എക്സാമിനെ പരിഗണിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റിപ്പോവും. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഓടിക്കാനാണ്, പേടിച്ച് വിറച്ച് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയും ഇവിടെയും തട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേടി കൂടാതെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടുക. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ വൈബാണ്. അപ്പം എക്സാം എഴുതുക, ഉഷാറാക്കി സെറ്റാക്കി എല്ലാം പവർഫുള്ളായിട്ട് അല്ലേ എഴുതുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.